ഇറങ്ങി എണീച്ച പാടും മെഹറിന്റെ കോള് വന്നു. മെഹറിന്റെ കോള് വെച്ചാൽ മോള് മൊത്തം കരച്ചിലാണ്. ആരോ എഡിറ്റ് എടുത്തിട്ട് ഇട്ടൂലും എന്തോ ഇതാ ഒരു എന്താ ഉബ്ബ ടി വി എന്ന് പറഞ്ഞൊരു തന്തയില്ലാത്തവൻ എഡിറ്റ്, ഞാനും വേറും മുത്തം വെക്കുന്ന പോലത്തെ എഡിറ്റ് എടുത്ത് ഇട്ടിട്ടുണ്ട്. ഞാൻ ഫുള്ള് കണ്ടിട്ടില്ല. സംഭവം തമ്മിലിൽ തന്നെ ഇതാന്നുള്ളത്. ഇത് വണ്ടിയല്ല, മോളിൽ വെക്കും. അതാണ് പ്രശ്നം. എൻ്റെ മൊത്തം മൂഡ് പോയിട്ടില്ല. ഞാൻ ഉറങ്ങി എണീച്ച് ഇപ്പം ഒരു 10 മിനിറ്റ് മേറ് വിളിച്ച് കരച്ചല്. വീട്ടിലെല്ലാം ഫുള്ള് സീനാണ്. ആരോ നമ്മളെ സാധനം എടുത്തിട്ടിട്ടാന്ന് പറഞ്ഞിട്ട് ഇത് അയച്ചു തന്നെ. ഞാൻ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അതിൻ്റെ തമ്മനയിൽ ഏതോ ഒരു വീഡിയോ ആണ്. പക്ഷെ അതിൻ്റെ തമ്മനയിൽ നമ്മൾ രണ്ടാളും ഇങ്ങനെ മുഖം ഇങ്ങനെ മുട്ടിച്ചിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണെന്നുള്ളത്. കേസ് ഫയൽ ചെയ്യൂ ബ്രോ. അത് വേറെ മിക്കവാറും കേസ് കൊടുക്കും. എനിക്കറിയില്ല. കേസ് കൊടുക്കാനും പറ്റും. ഇത് ആരാന്നല്ല മനസ്സിലാവോ? എടാ വീഡിയോ കോൾ ചെയ്യാനൊന്നും കഴിയില്ല. ഓള് മൊത്തം സാഡായിട്ടാണ് ഉള്ളത്. നോർമൽ കോൾ ചെയ്യാം. ഹലോ, നീ കേസ് കൊടുക്കുന്നുണ്ടോ? ഞാൻ ആ പേജിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞ? ഞാൻ പറഞ്ഞു ലൈക്ക് ഇപ്പൊ വീഡിയോ എഡിറ്റ്സും കട്ട്സും ഒക്കെ നമ്മൾ കാണാറുള്ളതാ. ഞാൻ അതിനകത്ത് ലൈക്ക് ചെയ്യാറും കമന്റ് ചെയ്യാറും ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഇല്ല. ഇപ്പൊ ആണെങ്കിൽ പോലും എന്തും ചെയ്യാന്നുള്ള ഒരു ഇതില്ലല്ലോ. ഞാൻ എന്നിട്ട് പറഞ്ഞു അങ്ങനെ ഭയങ്കര മോശമായി പോയി. ഇപ്പൊ നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്ക് ഞാൻ കണ്ടില്ല, ഞാൻ വീഡിയോ കണ്ടില്ല. ഞാനൊക്കെ തമ്മില് കണ്ട് അതില് മൊത്തം ഇങ്ങനെ മുഖം മുട്ടിയിട്ട് നിൽക്കുന്ന ഫോട്ടോ കണ്ട്. ആണെന്ന് കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മളെ ഫാമിലി വീട്ടുകാർക്കൊന്നും ചിലപ്പോ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നെ അനിയൻ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ചൂടായി. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടാ ഞാൻ എന്നിട്ട് അനിയെന്ന് പറയുമ്പോ അന്ന് വന്ന കേക്കനാ. അല്ല, ഓനക്ക് ഓരോരുത്തർ ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോ ഇതാവൂലോ. മനസ്സിലായി. നമ്മൾ വീട്ടുകാര് ചിലപ്പോ അങ്ങനെ എടുക്കൂല. അവരും ഇങ്ങനെ പറയണം. അപ്പൊ ഞാൻ അപ്പൊ തന്നെ പേജിന് മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു അത് ഡിലീറ്റ് ആക്കണം. അപ്പൊ അവര് അല്ല, ഇതെന്താ പ്രശ്നം വേറെ. ഇത് ഇട്ടിട്ട് ഞാൻ ഇപ്പൊ നോക്കിയപ്പോ 12 hours ആകുന്ന കണ്ട. 12 മണിക്കൂറായി ഇത് വന്നിട്ട്. അപ്പം ഇത് എന്താ പറയാ, ഇത് വേറെ കുറെ പേജിൽ എന്തായാലും കോപ്പി പോയിട്ടുണ്ടാവും. മനസ്സിലാവും. ഇപ്പൊ ആ പേജുകാർ ഡിലീറ്റ് ആക്കിയിട്ടും കാര്യമില്ല. അതാണ് പ്രശ്നം. അല്ലെ പിന്നെ വേറൊരു വഴി എന്ന് പറഞ്ഞാൽ ആ പേജുകാരെ കൊണ്ട് എന്താ പറയാ, ഇതിന്റെ കോപ്പി എവിടെയെല്ലാം ഉണ്ടോ, സോഷ്യൽ മീഡിയയിൽ എവിടെയെല്ലാം ഉണ്ടോ അതിന്റെ എല്ലാം ലിങ്ക് എടുത്തിട്ട് സ്ട്രൈക്ക് കൊടുത്ത് അത് അവര് സ്ട്രൈക്ക് കൊടുത്ത് മായ്പിച്ചിട്ട് അവർ ഡിലീറ്റ് ചെയ്യണം. ശാലം വലിയ പാടാവും. ഒന്നും എനിക്കറിയില്ല വർക്കാവുന്ന അവര് ചെയ്യുമോന്ന് അറിയില്ല. നീ ചോദിച്ചു നോക്ക്. അല്ല, ഞാൻ ആ പേജിന് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഡിലീറ്റ് ആക്കിയില്ലെങ്കിൽ ഞാൻ ലീഗലി മൂവ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അവര് ഇൻസ്റ്റയില് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ വീഡിയോ കണ്ടിട്ടില്ല. ഞാൻ ഇപ്പൊ ഉറങ്ങി എണീച്ചിട്ടുള്ളൂ. ക്ലോസ് ആയിട്ടുള്ള ആ മുഖം അതൊരു ബാക്കി വലിയ കുഴപ്പമില്ല. സാധാരണ നടക്കണതും അങ്ങനെ അതൊന്നും പ്രശ്നമില്ല. പക്ഷെ ഇതിപ്പോ ആ ഫോട്ടോ കണ്ട് അത് ആണെന്ന് തന്നെ ആൾക്കാർ വിശ്വസിക്കൂല. കൊറേ പേര് എനിക്ക് അയച്ചു തന്നിട്ട് പക്ഷെ ഇത് ശരിക്കും ഉള്ളതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കൊറേ ആൾക്കാര്. അതാണ് പിന്നെ സീനായത്. നീ പറഞ്ഞാ മതി. ആന്ന് ഒരു സ്റ്റോറി ആയിട്ട് ഇട്ടാ പോരെ? അല്ല ഞാൻ ഇടണോ? അത് ഒന്ന് ഇടോ? ഞാൻ പറയാം. ഞാൻ ഇപ്പൊ ലൈവാ. ഞാൻ ലൈവ് പറഞ്ഞോളാം. പിന്നെ ഇത് എന്തായിരുന്നു? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ ആയിട്ടിരിക്കട്ടോ. ഞാൻ കാരണമാണെങ്കിൽ സോറി. ഇത് ഞാൻ അറിയുന്നില്ല. ആൾക്കാരത് ഇപ്പം എത്രയോ എഡിറ്റ്സും കട്ട്സും വരുന്നു. നമ്മളതൊക്കെ തമാശക്ക് കോമഡി ആയിട്ട് തന്നെ എടുക്കുള്ളൂ. ഒരു പ്രശ്നമില്ല. എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കട്ട്സ് ഒക്കെ ഞാൻ സേവ് ആക്കി വെക്കലും ഒക്കെ ഉണ്ട്. എനിക്ക് അതൊന്നും പ്രശ്നമില്ല. പക്ഷെ ഇതാണെങ്കിൽ ഇപ്പം വേറെ ആൾക്കാരൊക്കെ അതൊക്കെ വേറെ രീതിക്കൊക്കെ അല്ലേ എടുക്കുള്ളൂ. ഇത് കഴിഞ്ഞ് എനിക്കും ഒരു ലൈഫ് ഉണ്ട്, തൊപ്പിക്കും വേറെ ലൈഫ് ഉണ്ട്. അതാ എന്റെ പേടി. എന്റെ ലാസ്റ്റ് ഞാൻ നിന്നെ കെട്ടേണ്ടി വരുമോന്ന് എന്റെ പേടി. ഞാൻ എന്തായാലും ഇവിടെ പറഞ്ഞു. ഞാൻ എല്ലാവരും അറിയിച്ചോളാം അതേ ആണെന്ന്. അപ്പൊ കുഴപ്പമില്ല. ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യുന്നില്ല. ഞാൻ ഇതിൽ ലൈവ് കാണിക്കുന്നില്ല. ഞാൻ സംഭവം കണ്ടവർക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞോളാം ഇപ്പൊ. ഓക്കെ ശരി, ബൈ. ഓക്കെ ഗൈസ്, ആ വീഡിയോ ഇറക്കിയിട്ട് കാണിക്കാൻ കഴിയില്ല. അത് സീനാണ്. അതിൽ അത്രയും ഇന്റിമേറ്റ് പോലെയാണ്. അത് ഞാൻ വീഡിയോ കണ്ടിട്ടില്ല. ഫോട്ടോയിൽ തന്നെ അത്രയും ഇങ്ങനെ മുഖം മുട്ടിയിട്ടാണ് ഉള്ളത്. കണ്ടവരോട് ഞാൻ പറയാം, ഇതിന്റെ കട്ടിങ് ഇറക്കി. നിങ്ങൾ പല കട്ടിങ്ങുകളും എടുത്തിട്ട് ഇൻസ്റ്റയിൽ ഇടുന്നുണ്ടല്ലോ. ഇതിന്റെ കട്ടിങ് എടുത്തിട്ട് ഇൻസ്റ്റയിൽ ഇട്ടോ. മുത്തേ ഇതൊരു പെണ്ണിന്റെ ജീവിതം വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നത്. മനസ്സിലാ? പിന്നെ ഒരു പ്രായപൂർത്തിയായ എന്നെ പോലത്തെ ഒരു ചെക്കൻ്റെയും
ജീവിതം വെച്ചിട്ട് ഞങ്ങൾ കളിക്കാം. അല്ല ഇത് തമാശല്ല, ഇത് ഞാൻ ശരിക്കും നോക്കണ്ട, ഇത് സീനാണ്. ഇതെന്ന് വെച്ചാല് നമ്മക്ക് പോട്ടെ, എന്റെ കാര്യം പോട്ടെ, ഒക്കെന്ന് പറഞ്ഞാൽ നാളെ മംഗലം കഴിച്ച് പോകണ്ടല്ലേടാ മുത്തേ, എനക്കും നാളെ മംഗലം കഴിച്ച് പോകണ്ടല്ലേ. ഇതിപ്പോ നമ്മൾ രണ്ടാളും മുഖം മുട്ടിയിട്ടുള്ള ഫോട്ടോ വീഡിയോ ഇടുക സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരന്ന് നടന്ന് ഇത് എത്ര കാലം കഴിഞ്ഞാലും അടുത്തിട്ടുണ്ടാവും അല്ല. അപ്പൊ രണ്ടാളും ജീവിതം പോകുന്നില്ല, എന്റെ പോട്ടെ ഓളെ ജീവിതം പോകുന്നല്ലേ അല്ല. ഇനി ഞാൻ നാളെ വേറൊരു പെണ്ണ് അങ്ങനെ കഴിച്ചിട്ട് വന്നാൽ ഓളെ എന്നോട് ചോദിക്കൂലേ, ഓളോട് പറയണേ നോക്ക് അതിനുള്ള ബുദ്ധി ഇല്ലെങ്കിൽ ഓള് നിന്നെ പോലത്തെ ആണെങ്കിലോ ആ അതാണ് പ്രശ്നം, മനസ്സിലാ. ഇനിയിപ്പോ അഥവാ മേയറിന് കെട്ടാൻ പോകുന്ന ഏതെങ്കിലും ഉസ്താദിനാന്ന് വിചാരിക്കാം, ഈ ഏതിന്റെ ഒന്നും കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത മറ്റേതാണെന്ന് വിചാരിക്കാം, എന്തായിരിക്കും അവസ്ഥ? ഓക്ക് എത്ര അടിയുള്ളൂ ആലോചിച്ച് നോക്ക്, മനസ്സിലാ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതെന്താ ഓണാകത്തെ അഖില, സമയത്ത് നോക്കുക അതിൽ ഇതെന്താ ഓണാകത്തെ അഖില.